ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. وقال النبي صلى الله عليه وسلم: لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഭൂമിയിൽ ഒരു താൽക്കാലികമായ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് അനുവദിച്ചിട്ടുള്ളത്. അത് പൂർത്തിയാക്കാമെന്ന് മാത്രമേ മനുഷ്യർക്ക് ഉത്തരവാദിത്വമുള്ളൂ. ഏതവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ നിലയിൽ അതിനെ പൂർത്തിയാക്കുക, ഇതാണ് മനുഷ്യന്റെ ബാധ്യത. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിലുള്ള ഇടപെടലുകളോ മറ്റോ മനുഷ്യരോട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എല്ലാ അവസ്ഥയിലും. അത് സമ്പന്നാവസ്ഥയിലാണെങ്കിലും ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലും സുഖത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ദുഃഖത്തിന്റെ അവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക. ഇതിന് രണ്ട് വഴികൾ അള്ളാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള രണ്ട് വഴി. ഒന്ന്, സുഖം, സന്തോഷം, റാഹത്ത്, ഐശ്വര്യം, സമാധാനം, ഇതെല്ലാം ഉണ്ടാവുമ്പോൾ ശുക്ർ ചെയ്ത് ജീവിക്കുക. മറ്റൊന്ന്, ദുഃഖം, ദുരിതം, പ്രയാസം, കഷ്ടപ്പാട്, ദാരിദ്ര്യം, ഇടങ്ങേറുകൾ, ആ സമയത്ത് സബർ ചെയ്ത് ജീവിക്കുക. ഈ രണ്ട് വഴിയേ മുഅ്മിന്റെ മുന്നിലുള്ളൂ. ഇത് രണ്ടും ഒരേപോലുള്ള വഴിയാണ് അള്ളാന്റെ അടുക്കൽ. സുഖമുള്ള വഴി ഭയങ്കര റാഹത്ത്, അതിന് മാർക്ക് കൂടുതൽ. ദുഃഖമുള്ള വഴി, അതിന് ഇടങ്ങേറ്, അതിന് മാർക്ക് കുറവില്ല. രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തരുന്നതാണ്. രണ്ടിലും അള്ളാഹു നോക്കുന്നത് ശുക്റുണ്ടോ സബറുണ്ടോ, ഇത് രണ്ടും മാത്രമേ. ശുക്റുള്ളവൻ രക്ഷപ്പെടും, സബറുള്ളവൻ രക്ഷപ്പെടും. ആഖിറത്തിൽ ഇതിന് വ്യക്തമായി അള്ളാഹുവിന്റെ ഭാഗത്ത് തീരുമാനമുണ്ടാവും. കഷ്ടപ്പാടിൽ, ബുദ്ധിമുട്ടിൽ, ഞെരുക്കത്തിൽ കഴിഞ്ഞു, സബറോട് കൂടി കഴിഞ്ഞു, അള്ളാഹു സ്വർഗത്തിൽ ഉയർന്ന ദർജ നൽകും. സമ്പന്നതയിൽ, സുഖലോലുപതയിൽ ശുക്ർ ചെയ്ത് ജീവിച്ചു, അള്ളാഹു ഒരിക്കലും സ്വർഗത്തിൽ ഉന്നതമായ നിലകൾ നൽകും. ഭൂമി സത്യത്തിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സ്ഥലമല്ല. എനിക്കും നിങ്ങൾക്കും പറ്റിപ്പോയ പ്രശ്നം, നമ്മൾ ഇതിനെ സുഖത്തിന്റെ സ്ഥലമായിട്ട് കണ്ടു. ഇവിടുത്തെ ദുഃഖങ്ങളെ സുഖമാക്കാനുള്ള ശ്രമം തുടങ്ങി. ഇവിടുത്തെ ദുഃഖങ്ങളെ സുഖമാക്കാനുള്ള ശ്രമം ഇല്ലല്ല. ഇവിടുത്തെ ദുഃഖങ്ങളും സുഖങ്ങളുടെയും തീരുമാനം മുകളിൽ നിന്നാണുള്ളത്. ഒരാൾ ഭൂമിയിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ചിരിക്കല്ല, അവനെ ചിരിപ്പിക്കുകയാണ്. അവൻക്ക് ചിരിക്കാനുള്ള അസ്ബാബുകൾ, അതിന്റെ കാരണങ്ങൾ, അതിന്റെ വസ്തുക്കൾ അത് തരുന്നവൻ അള്ളാഹുവാണ്. ഒരാൾ കരയുന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തമായി കരയല്ല, അയാളെ കരയാനുള്ള അസ്ബാബുകളും വസ്തുക്കളെയും ഏർപ്പാടാക്കുന്നവൻ അള്ളാഹുവാണ്. രണ്ടും ഒരേ ഖജനാവെന്ന് വരുന്നതാണ്. ഒരേ ഖജനാവെന്ന് വരുന്നതാണ്. രണ്ടും രണ്ട് ഖജനാവല്ല, രണ്ടിനും രണ്ടാൾക്കാരല്ല. ഒരേ മാലിക്, ഒരേ ഉടമസ്ഥൻ, അവനാണ് വീതം വെക്കുന്ന ആള്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ.
മനുഷ്യർക്ക് നാം വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മ ഷാക്കിരൻ, ഒന്നുകിൽ അവൻ നന്ദി കാണിച്ച് ജീവിക്കട്ടെ, ഇമ്മ കഫൂറ, അല്ലെങ്കിൽ നന്ദികേടോട് കൂടി ജീവിക്കട്ടെ. അള്ളാഹു പറയാം രണ്ട് വഴികളുണ്ട്, ഒന്ന് ശുക്റിന്റെ, മറ്റൊന്ന് കുഫറിന്റെ. ഇതേപോലെ തന്നെ ഒന്ന് ക്ഷമയുടെ വഴിയുണ്ട്, മറ്റൊന്ന് അക്ഷമയുടെ വഴിയുണ്ട്. മനുഷ്യൻ തെരഞ്ഞെടുക്കേണ്ടത് ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വ്യക്തമായ ഖുർആനിലൂടെ ഇതിന് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ ഇതൊന്നും യാദൃച്ഛികമാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളുടെ പ്ലാനുകൾക്ക് യാദൃച്ഛികമാണ്, അല്ലാതെ അള്ളാഹ്ക്ക് ഇതൊന്നും യാദൃച്ഛികമല്ല. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും കഴിഞ്ഞതും എല്ലാത്തിനെ പറ്റിയുള്ള ഇൽമ്, അതിന്റെ മുഴുവൻ കൺട്രോൾ, അതിന്റെ മുഴുവൻ നിയന്ത്രണം, അതിന്റെ മിൽക്കിയത്ത് എല്ലാം ഉടമസ്ഥനായ അല്ലാഹുവിന്റെ കയ്യിലുള്ളത്. വഹുവല്ലദീ അദ്ഹക വഅബ്ക. ഖുർആൻ ഇത് ഹർഫിന് പറഞ്ഞതല്ല, ഖുർആൻ വ്യക്തമായിട്ട് പറയാൻ. വഹുവല്ലദീ അദ്ഹക വഅബ്ക. ചിരിപ്പിക്കണവൻ അവനാണ്, കരയിപ്പിക്കണവനും അവനാണ്. നമുക്ക് ചിരിക്കാനും കഴിയില്ല, കരയാനും കഴിയില്ല. ഇതെല്ലാം അവന്റെ ഭാഗത്തു നിന്നുള്ളതാണ്, അവന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. പ്രതിസന്ധികൾ തരും, അത് ദേഷ്യത്തിന്റെ പേരിലായിക്കൊള്ളുന്നില്ല. മുഅ്മിന് പ്രതിസന്ധികൾ പരീക്ഷണമായിരിക്കും. മുഅ്മിന് കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, ഇടങ്ങേറുകൾ, സാമ്പത്തിക നാശങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം അവർക്ക് പരീക്ഷണം, അവന് ശിക്ഷല്ല. ഒരു ക്വസ്റ്റ്യൻ മാത്സിന്റെ, ഒരാൾ 1000 രൂപയ്ക്ക് കച്ചവടം ചെയ്തു ഓഗസ്റ്റ് 1-ന്. ഓഗസ്റ്റ് 15-ന് എന്നാൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 1250 രൂപ ഉണ്ട്. ലാഭം എത്ര? ഒരു ചോദ്യം. അടുത്ത ചോദ്യം, ഒരാൾ ഓഗസ്റ്റ് 1-ന് കച്ചവടം ചെയ്തു 1000 രൂപക്ക്, ഓഗസ്റ്റ് 15-ന് കണക്ക് നോക്കിയപ്പോൾ 900 രൂപ. ലാഭം എത്ര? ആയതെങ്കിൽ കുട്ടി പറയോ, നമ്മൾ ഫുള്ള് നഷ്ടത്തിന്റെ ക്വസ്റ്റ്യനാ തന്നെ പറയോ. ലാഭത്തിന്റെ ക്വസ്റ്റ്യൻ അത് ഞാൻ ആൻസർ ചെയ്തോളാം, നഷ്ടത്തിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ഇല്ല. അങ്ങനെ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. തീരുമാനം എടുക്കൽ വേറെയാണ്. 1000 രൂപ 100 രൂപ നഷ്ടമായി, ഇപ്പൊ എന്താ കാട്ടുക? ഒന്നും കാട്ടണ്ട, 100 രൂപ നഷ്ടം എഴുതിയാൽ മതി. അതിന് നമുക്ക് എന്ത് തരാമായി? മാർക്ക് തരാം. രണ്ടും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ കുല്ലി ഖൈരിൻ ഖസായിനുഹു ബിയദിക്. പടച്ചോനെ, ഞാൻ നിന്നോട് എല്ലാ ഖൈറുകളും ചോദിക്കുന്നു. ഖസായിനുഹു ബിയദിക്, അതിന്റെ ഖജനാവ് നിന്റെ കയ്യിലാണ്. വഅഊദു ബിക മിൻ കുല്ലി ശർരിൻ ഖസായിനുഹു ബിയദിക്, എല്ലാ ഷർറുകളെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതിന്റെ ഒക്കെ ഖജനാവ്, നിനക്ക് ഖജനാവ് നിന്റെ കയ്യിൽ. ഇജ്ജ് ഏതാണോ അയച്ചു വിടുന്നത് അതുണ്ടാവും. ഒന്നുകിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ ശുക്ർ ചെയ്യണം. ഇതല്ലാതെ മുഅ്മിന് മൂന്നാമത്തെ ഒരു വഴിയില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരുമ്പം വല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. വല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ എല്ലാവരും എവിടേക്ക് മടങ്ങാനുള്ളതാണ്? ഇന്നാ ലില്ലാ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വ ഇന്നാ ഇലൈഹി, ഞങ്ങൾ അവനിലേക്കുള്ളതാണ്. എന്ത്? റാജിഊൻ, മടങ്ങാനുള്ളവരാണ്. പിന്നെന്താ ബേജാറാവാനുള്ളത്? നമ്മളാകത് മരിച്ചപ്പോൾ ചെല്ലാനുള്ളതാക്കി മാറ്റി. മഴ ശക്തമായി പെയ്ത് വീട് പൊളിഞ്ഞുപോയി, എന്താ ചെല്ലണ്ടേ? ഇന്നാ ലില്ലാഹി. വീടിപ്പം അള്ളാഹിലേക്ക് പോയിന്, ഇനി ആരും പോകാനുള്ളതാണ്? ഞാനും വരാനുള്ളതാണ്. ഞാൻ ഇവിടെ നിൽക്കാനുള്ളതാണെന്ന് വിചാരിക്കുമ്പോഴാണെന്ത് എന്താ വഴി പ്രശ്നം ഉണ്ടാകുന്നത്? അതാണ്, ഞാൻ ഇവിടെ നിൽക്കാനുള്ള ആളാണ്, എനിക്ക് വീടില്ല, പിന്നെ പ്രശ്നം ഇല്ല വഴി. മുഅ്മിൻ ഓൻക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വേഗം അള്ളാഹുലേക്ക്, അവന്റെ മടക്കം അള്ളാഹിലേക്ക് അയക്കും. അള്ളാഹുലേക്ക് മടങ്ങാത്ത കാലത്തോളം ഹൃദയങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായ കാര്യം. അധികാരത്തിൽ, വസ്തുക്കളിൽ, പൈസയിൽ, പണത്തിൽ നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നടക്കൂല. നിങ്ങൾക്ക് സമാധാനം വേണോ?
അത് അള്ളാഹുലേക്ക് തിരിയലല്ലാണ്ട് വേറെ മാർഗമില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാന്റെ ഓർമ്മയിലേക്ക് മടങ്ങിക്കൊള്ളി. പ്രശ്നങ്ങൾ അള്ളാന്റെ ഭാഗത്തു നിന്നല്ലതാണ്. മല അള്ളാന്റെ നിയന്ത്രണത്തിലുള്ളത്, മഴയും അള്ളാന്റെ നിയന്ത്രണത്തിലുള്ളത്, വെള്ളവും അള്ളാന്റെ സെറ്റിയാണ്, ഫുൾ അള്ളാന്റാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ആകാശത്തിലും ഭൂമിയിലുള്ളതൊക്കെ അള്ളാന്റെ സൈന്യങ്ങളാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അവനിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ കുറിച്ച് ഓൻക്കല്ലാതെ വേറെ ആർക്കും അറിയൂല. ഫിറൗൻ തമ്മാടിയായിരുന്നു, ഭയങ്കര ധിക്കാരിയായിരുന്നു. ഞാനാണ് അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞു. ധിക്കാരം മൂത്തു. ഫിറൗൻ ആ കൊടുത്ത ഡോസുകൾ എന്താണ്? പേന്, തവള, രക്തം, വെട്ടുകിളി. ഇതൊക്കെയാണ് എന്ത് കൊടുത്ത പോയി ശിക്ഷയ്ക്ക് കൊടുത്തത്. ഫഅർസൽനാ അലൈഹിമു തൂഫാൻ, വെള്ളപ്പൊക്കം കൊടുത്തു. ഫഅർസൽനാ അലൈഹിമു തൂഫാൻ, തൂഫാൻ വന്നു എന്നല്ല പറഞ്ഞത്. ഫഅർസൽനാ, നാം അയച്ചു, അലൈഹിം, അവരുടെ മേൽ, അത്തൂഫാൻ, വെള്ളപ്പൊക്കത്തെ നാം അയച്ചു. ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ മുന്നോട്ടേക്ക് ചലിക്കൂല. അവന്റെ നിയന്ത്രണത്തിലാണ് ഫുള്ളുള്ളത്. എങ്ങോട്ട് ചലിക്കാൻ? കടൽ എന്നും ചോദിക്കുന്നുണ്ട്. ഈ ധിക്കാരം കാണിക്കുന്ന മനുഷ്യരുടെ മേൽ ഞാൻ പാരപ്പിടിച്ചു എന്റെ കടലിൽ മുഴുങ്ങട്ടെ. അള്ളാഹു തആല മറുപടി പറയാണ്. എന്നും മറുപടി പറയാണ് അള്ളാഹു. അവർ നിന്റെ ദാസന്മാരാണെങ്കിൽ ഈ കൈകാര്യം ചെയ്തോ, എന്റെ ദാസന്മാരാണെങ്കിൽ എന്റെ ദാസന്മാരെ വിട്ടാളാ. അത് ഞങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും ഭൂമി ചോദിക്കുന്നുണ്ട്, ഞാൻ വരെ വീഴ്ങ്ങട്ടെ. അത്ര ധിക്കാരത്തിന്റെ കൂമ്പാരങ്ങളാണ് ആകാശ മുകളിലേക്ക് കയറിപ്പോകുന്നത്. ഭൂമി ചോദിക്കുക, നിന്റെ പുറത്തുനിന്നായി തെമ്മാടിത്തരൊക്കെ ചെയ്യുന്നത്, ഞാൻ വീഴ്ങ്ങട്ടെ ഇവരെ. അള്ളാഹു പറയാൻ, നിന്റെ ദാസന്മാരാണ് നോക്കിക്കോ, എന്റേതാണെങ്കിൽ വിട്ടേക്ക്. പർവ്വതങ്ങൾ ചോദിക്കണ്ടെന്നും പൊളിഞ്ഞു വീകട്ടെ. പർവ്വതങ്ങൾ എന്നും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പൊളിഞ്ഞു വീകട്ടെ. നിന്റെ ദാസന്മാരാണെങ്കിൽ ചെയ്തോ, എന്റേതാണെങ്കിൽ അവിടെ വിട്ടേക്ക്. അല്ലാഹു തആല ഹുക്കുമ് കൊടുത്താൽ പർവ്വതങ്ങൾ കൊഞ്ഞടി വീടും. അള്ളാന്റെ ഹുക്കും അനുസരിച്ച് നീങ്ങുന്നതാണ് ഇതൊക്കെ. ഒരു തുള്ളി വെള്ളം പോലും അപ്പുറത്തേക്ക് ഇങ്ങോട്ടും ആവൂല. ഇതൊക്കെ അള്ളാന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ അബദ്ധത്തിന്റെ കെടികൾ വരും. അള്ളാഹു പറയാൻ, ഫഅർസൽനാ അലൈഹിം അത്തൂഫാൻ, അവർക്ക് വെള്ളപ്പൊക്കം അയച്ചു കൊടുത്തു ഫിറൗന്റെ ആൾക്കാർക്ക്. എന്നിട്ട് ഒരു റെഡിയായില്ല. ഒരു കരഞ്ഞ് കാലൊക്കെ പിടിച്ച് ശരിയായി. താൽക്കാലിക തൗബ, കാക്കത്തൗബ. കുറച്ചൊന്ന് റെഡിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റേറായി. പിന്നെ ധിക്കാരത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഫഅർസൽനാ അലൈഹിം അത്തൂഫാൻ വൽ ജറാദ്, വെട്ടുകിളികൾ അയച്ചു. എന്തിനാ വെട്ടുകിളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലേ? അറിയോ? വെട്ടുകിളി കണ്ട ആൾക്കാരല്ലേ വൈ? ഒന്ന് കൈയന്തിച്ചാണ്. മാഷാ അല്ലാഹ്. സൗദി അറേബ്യ ജീവിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മളെ കൂട്ടത്തിൽ ഒരാൾ വന്നിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ വെട്ടുകിളി തിന്നു എന്ന് പറഞ്ഞു. വെട്ടുകിളി ഫ്രീ ആക്കി തിന്നു. ഇപ്രാവശ്യം അവിടെ ഒരു മഴ ചെയ്തപ്പോൾ ഭയങ്കര വെട്ടുകിളി ഉണ്ടായിരുന്നു പറഞ്ഞു. വെട്ടുകിളി കാണാത്തവർക്ക് ബേജാറൊന്നാണ്. കിളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂരിയാറ്റ അല്ലെങ്കിൽ അതേമാതിരി എന്തൊക്കെ സാധനം എന്ന് വിചാരിക്കും. ഒന്നുമല്ല. നമ്മളെ ഈ സാധനം ഉണ്ട്, ഈ ഒരു പച്ച കളറിലുണ്ടാകണേ, മേലെ കയറിയ പൈസ ഇട്ടണേ. അത് പറഞ്ഞാൽ വേറെ അറിയാം നമുക്ക്. കാരണം നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒക്കെയാണല്ലോ. പൈസ എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ആ സാധനം മനസ്സിലായില്ലേ വൈ? എന്റെ പേരെന്താ? പച്ചപ്പയ്യ അല്ലെങ്കിൽ പച്ചത്തുള്ള എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒരു പുല്ല് ഉണങ്ങിയാലുണ്ടാകുന്ന കളറുണ്ടല്ലോ, അതിന്റെ അതേമാതിരിയുള്ള ഒരു സാധനമാണ്. ഒരു നേരിട്ട് ഒരു പാവം സാധുവാണ്. ആര്? ജറാൻ എന്ന് പറഞ്ഞാൽ ആരൊന്നും ഒരു ഉപദ്രവിക്കാത്ത പച്ച സാധുവാണ്. പക്ഷെ കൃഷി കൈകാര്യം ചെയ്യും. അതാണ് വന്നു. ഒരു ഏരിയ കൂടെ വന്നിട്ട് ഫുള്ള് കൃഷി. മിസ്ർ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ നാടാണ്. ഇന്നും ചെറിയ ചെറിയ തൈയില് ഓറഞ്ച്, ചെറിയ ചെറിയ തൈയില് ആപ്പിള്, നമ്മൾ ചൊർക്കിന് കുഴിച്ചിട്ടുള്ള പല സാധനങ്ങളുണ്ടല്ലോ നമ്മളെ നാട്ടില്. ഞങ്ങൾക്ക് മിസ്റിൽ പോയി താമസിച്ചപ്പോൾ ഞങ്ങളെ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിൽ ഒരു ഓറഞ്ച് മരമുണ്ട്. എന്തായാലും ഒരു ടൺ ഓറഞ്ചെങ്കിലുണ്ടോ? ഇല ഇല്ല. ഒരൊറ്റ മരം അങ്ങനെ ചെറുതായി, അങ്ങനെ കുറെ ശാഖകളൊന്നുമില്ല. അങ്ങനെ നേരെ പൊന്തി ഒരു ചൊർക്കിന് ഉണ്ടാക്കി വെച്ചതാണ്, വെച്ച് കുഴിച്ചിട്ടതാണ്. അതിന് എത്ര ഓറഞ്ച്! രാവിലെ ഞാൻ ജനലിന്റെ പാളയിൽ നോക്കുമ്പോൾ നിറച്ച് തോട്ടിലേക്ക് വീണെടുക്കുന്നുണ്ട്. ഇന്നും മിസ്ർ
ഫലപൂഷ്ടിയിൽ സമ്പൽ സമൃദ്ധമാണ്. അപ്പൊ ഫിറോന്റെ ഫുൾ ദമ്മെന്ന കൃഷിയായിരുന്നു. കൃഷി അതങ്ങോട്ട് വന്നു. ഒരു വേലിയെന്നാട് വന്നതാണ്. എവിടുന്ന വന്നറിയില്ല. നമുക്ക് ഈ ഈയാമ്പാറ്റകൾ വരില്ലേ? ഭയ എവിടുന്ന വരുന്നതൊന്നും അറിയില്ല. എല്ലാ വിളവന്റെ വെള്ളം എന്ത് ചെയ്യും? അത് വന്നാൽ നിൽക്കും. ഫുള്ളുമായിട്ട് പള്ളിയിലൊക്കെ വന്ന ഔത് വെള്ളം എടുത്തും. ആകെ അതിന്റെ എത്ര മിനിറ്റ് ഉണ്ടായാലും ആകെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ഒന്നായിട്ട് വരും. അതിന്റെ ചിറകൊക്കെ പോയിച്ചിട്ട് ഇതേമാതിരി ഒരു ഏരിയ ഒന്നായിട്ടിട്ട് വന്നു. ഈ വെട്ടുകിളികൾ ഇതൊക്കെ അള്ളാന്റെ ഖജനാവിലുണ്ട്. മറ്റേത് അയച്ചു കൊടുത്തു. ആർക്ക്? ഫർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അത് ജിദ്ദന്റെ ഭാഗത്ത് നിന്നാ വന്നതെന്നാ പറഞ്ഞത്. ഒരു കൂട്ടാട് വന്നു. അത് കൈകാര്യം ചെയ്താട് പോയി. MSP പാടാൻ ഇറങ്ങണം. അതിലോട്ട് ഇറങ്ങാൻ നേരത്തെ പോവാ. നമ്മൾ MSP പടയെ നമുക്ക് പരിചയമുള്ളൂ. ഇതല്ലാത്ത കുറെ പടണ്ടാരേല്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. അവനല്ലാതെ അവന്റെ സൈന്യത്തെ കുറിച്ച് ഒരാൾക്ക് ഐഡിയ ഉണ്ടാവില്ല. എനിക്ക് ഉപകാരം എന്ന് വിചാരിച്ചോക്കെ എനിക്ക് ശല്യമായി മാറും. എന്തവും വിചാരിച്ചോ അത് നടപ്പിലാകും. ഫഅലുലിമായിരീദാണവൻ യഫഅലുമായ യശാൻ. ഓൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. എന്തിനാ ഓനോട് കളിക്കാൻ നിൽക്കുന്നത്? ഫിറൗൻ കളി നിർത്തില്ല. വെട്ടുകിളി വന്നു. കൃഷികൾ മുഴുവൻ നശിപ്പിച്ചു. വെട്ടുകിളി ഇല്ലെന്ന് വിചാരിക്കും എല്ലാവരും. നടക്കൂല ഭായി. ഈയാമ്പാറ്റനോടെങ്ങാനും നമ്മളെ ശിക്ഷിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈയാമ്പാറ്റനോട് നിങ്ങൾ ശിക്ഷിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈയാമ്പാറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറയും. ഈ റബ്ബർ തോട്ടത്തിന്റെ അടുത്തുണ്ടാവും ഒരു സൈസ് കറുത്ത സാധനം. എന്തായാലും പേര് കോട്ടരുമ. അതൊക്കെ ചില പെരെ കയറിയിട്ട് അവസാനം വലിയ വലിയ ബോളൊക്കെ കഴിഞ്ഞിട്ട് കീഴടങ്ങിയിട്ട് എന്ത് ചെയ്യലാണ്? സെലവാക്കിയിട്ട് വേറെ എടുക്കാൻ പോലാണ്. മരുന്നടിച്ചു തൽക്കാലം നമുക്ക് അപ്പടുത്ത് വരും. കൂട്ടമായിട്ട് വരും. ഒരു രക്ഷയില്ല. ഉണ്ടോ ഇല്ല വൈ? ആർക്കെന്താ ചെയ്യാൻ? ഞങ്ങൾ IT-യിലുള്ളത്. എന്റെ IT എന്റെ കൊയിട്ട് ഇവിടെ പ്രശ്നമല്ല. കോട്ടരുമയാണിത്. നേരിട്ടോ. കോട്ടരുമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശിക്ഷായിട്ട് വന്നാൽ തൊടാൻ കഴിയില്ല. ഫിറോൻ ഫുൾ സെറ്റപ്പുള്ളാണ്. അധികം മുഴുവൻ നാട്ടിലെ മുഴുവൻ കുട്ടികളെ കൊന്ന് പരിചയമുള്ള ആൾക്ക് ഇനി മറ്റേ വെട്ടുകിളിനെ കൊല്ലാൻ അതിനകത്ത് പണിയുണ്ടോ? പാവം ജീവിയാണ്. പക്ഷെ നടന്നില്ല. ഫുള്ള് കൃഷി നശിപ്പിച്ചു. ഫിറോന് മനസ്സിലായി ഇത് ശിക്ഷയാണ്. താൽക്കാലിക കാക്കത്തോപയിട്ടു. മൂസാ നബിയോട് പറഞ്ഞു, ഒന്ന് ദ്വാരക്കി പ്രശ്നം തീർന്നാൽ നമ്മൾ അങ്ങനാക്കാണ്. കഴിഞ്ഞു. പ്രശ്നം കഴിഞ്ഞു നേർച്ചു. അടുത്ത് വന്നു അതിൽ ജറാദ വൽ കുമ്മല. എന്ത് വന്നു? പേൻ വന്നു. പേൻ എന്നൊക്കെ പറഞ്ഞാല് പേൻ കടിച്ച് 60 ആൾ മരിച്ചു എന്ന് കേട്ടില്ല ഞങ്ങള്? ഒരു സ്ഥലത്തും പേൻ കടിച്ചിട്ട് ആരും മരിച്ചില്ല തരെ. പേന തലയെ കൊണ്ടിറക്കുന്ന സാധനം. എന്താ പോയി തലയില്? മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം തലയെ വെച്ചാ ഓനെ ഞാൻ കൊണ്ടിരുന്നു എന്നൊക്കെ പറയില്ലേ? ആര് വഴി? ബാപ്പ മക്കളെ ഓനെ ഞാൻ തലയെ വെച്ച് കൊണ്ടിരുന്നാണ്. ഓനെ തലയെ കയറ്റിയെ കുറച്ച് ഏറിപ്പോയി. നമ്മൾ പേനെന്നെ കൊണ്ടെടുക്കുന്ന ഇടന് തലയെ കൊണ്ടെടുക്കുന്ന അത്ര പാവം ജീവി. അതങ്ങോട്ട് വന്നു. ഫിറോവിന് നഷ്ടായി. പേനല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശിക്ഷ വന്നാൽ പിന്നെ തൊടാൻ കഴിയില്ല. ഫുള്ള് പേൻ, ശരീരപ്പേന്, എല്ലായിടത്തും പേന്. അവസാനം മൂസാ നബിയോട് കരഞ്ഞു, ദുആ ചെയ്തു, തൗബ ചെയ്യിച്ചു. ഇനി നന്നാവാൻ തീരുമാനിച്ചു. പക്ഷെ നന്നായില്ല. വൽ കുമ്മല. അടുത്ത് വല്ലഫാദ്യ, തവളകളെ. ഒരു സ്ഥലത്ത് തേളോ അല്ലെങ്കിൽ പാമ്പോ വേറെന്തൊക്കെ സാധനമല്ലോ പോയി. ആ വെട്ടുകിളിക്ക് പകരം മരംകൊത്തിയോ അങ്ങനെ കഴിച്ചതിനെ കൊത്തി കീറി എന്നൊക്കെ വേണം വിചാരിക്കാം. ഇത് പേന് ആരും ഉപദ്രവിക്കാത്ത തവള എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ? പച്ചപ്പാവൻ സാധനമാണ്. എന്ത് തവള? പച്ച എലിയൊക്കെ അയച്ചില്ലെങ്കിൽ നമ്മൾ പേടിച്ച എലിയൊന്നായിട്ട് അങ്ങനാക്കി ഇന്ന് തവളനായിരുന്നു. ഒന്നും കാട്ടാത്താണ്. ഒരാളിതുവരെ ഉപദ്രവിച്ചില്ല തവള. ഉണ്ടോ? തവള കടിച്ചു എന്നിട്ട് മുറിയായി അങ്ങനെ കേട്ട് നിങ്ങൾ അത് പാഞ്ഞ് തടിയെടുക്കലാണ്. ആരെ കണ്ടാലേ ആളെ കണ്ട. പക്ഷെ തവളനെ കൊണ്ടടുത്ത് ചുറ്റും ഫുള്ള് തവള, എല്ലാത്തിലും തവള, തവളോട് തവള. അള്ള കാക്കട്ടെ ഭായി. അള്ള ഒരു സാധനത്തിന് തിരിച്ചടക്കിയാൽ പിന്നൊന്നും ചെയ്യാൻ കഴിയും. വല്ലഫാദിയ വദ്ദം, രക്തം. എല്ലായിടത്തും രക്തം. കുടിക്കണ വെള്ളത്തിൽ രക്തം, എല്ലാ രക്തം. വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. എന്ത്? ആയാത്തിൻ മുഫസ്സലാത്ത്. ചെൽപ്പം അങ്ങനെ ആയിക്കുമല്ല, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു. എത്രണ്ണം വന്നപ്പോ? എത്രണ്ണായി? തൂഫാൻ, ജറാദ്, ഉമ്മൽ, ലഫാദ്യ, ദം. 5 എണ്ണായി. മനസ്സിലായില്ലേ? വ്യക്തമായത് വന്നു. എന്നിട്ടും പിന്മാറില്ല. എന്നിട്ടും അവന്റെ ധിക്കാരത്തിൽ എന്നെ ഉറച്ചുന്നു. പിന്നെ വന്നു എന്ത്?
പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിന്റെ ചളിക്കുണ്ടിയിൽ എന്ത് ചെയ്തു? മുക്കിക്കൊന്നു. ദൃഷ്ടാന്തങ്ങൾ വരലിങ്ങനെയാണ്, ശിക്ഷകൾ വരലിങ്ങനെയാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ ഇങ്ങനെ തരും. ദൂനൽ അദാബിൽ അക്ബർ, വലുത് തരൂല. ലഅല്ലഹും യർജിഊൻ, മടങ്ങാൻ വേണ്ടിയിട്ടാണിത്. ചെറിയ ചെറിയ ശിക്ഷകൾ തന്നു, ഞമ്മക്കും തന്നു. റീത്ത, കത്രീന, പിന്നെ എന്തൊക്കെ എന്താ സുലൈമാന, സുനാമി, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇപ്പോഴും ചങ്ങയോ ഒരു നല്ല പേരിലെ ഇപ്പൊ അടുത്ത സമയത്ത് വന്ന ഒരു സാധനത്തിന്റെ പേര്, നല്ല അറബി പേരാണല്ലോ. എന്തേ ഓക്കെയൊന്നല്ല, ഹുദ്ഹുദ്. ഹുദ്ഹുദ് നമ്മളെ മറ്റേ ഏത് മാലിയല അറൽ ഹുദ്ഹുദ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, മരകൊത്തി പക്ഷി, ഹുദ്ഹുദ്. ഇങ്ങനത്തെ ഒക്കെ പേരുകളുടെ സാധനങ്ങൾ വരും. നമ്മൾ ഭയങ്കര രസത്തില് ഹുദ്ഹുദ്. ആയി എന്താ നല്ല പേര്. റീത്ത, എന്തോ ഒരു നല്ല പേര്. കത്രീന, ആയിഷ്, നല്ല നല്ല പേരുകൾ. പനികൾ, ഐറ്റംസുകൾ. ഏത് ഡെങ്കി, ചിക്കൻ ഗുനിയ, പിന്നെ തക്കാളി, പിന്നെ എലി, പിന്നെ വവ്വാൽ, പിന്നെ പശു ഉണ്ടോ വേറെതാ, മാങ്ങ, ആന്ത്രാക്സ്, നിപ്പ. നിപ്പ എന്നുള്ള പനി തലരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ചിരിച്ചിട്ട് നമ്മളിങ്ങനെ നേരിട്ടു. ഇങ്ങനെ റാത്ത് ഇങ്ങനെ ചിരിച്ച് തന്നെയല്ലേ. കഴിഞ്ഞ ദിവസം റമദാനൊക്കെ വന്ന സാധനത്തിന്റെ എന്താ പേര്? വവ്വാലിന്റെ നിപ്പ. അതിൽ ചെറുതായിട്ടൊന്ന് ബേജാറായിരിക്കും. ചെറിയ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു മയ്യത്തൊന്നും കവറെടുക്കണ്ട, അവിടെ കൊണ്ടുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ചെറുതായിട്ടൊന്ന് പറിച്ചു. പക്ഷേ അപ്പോഴും വാട്സപ്പ് ഒഴിവാക്കിയില്ല, അപ്പോഴും ഫേസ്ബുക്ക് ഒഴിവാക്കിയിട്ടില്ല, അപ്പോഴും വേണ്ടാത്ത ഫുൾ ജാർ സോഡ ഒഴിവാക്കിയിട്ടില്ല, 420 ഒഴിവാക്കിയിട്ടില്ല. നിങ്ങളൊക്കെ മറന്നില്ലാവും. ഞങ്ങളോട് ഈ കഴിഞ്ഞ റമദാനിൽ പറഞ്ഞിരുന്നു, നിങ്ങളെ ഈ 420 നിങ്ങൾക്ക് അപകടത്തിനുള്ളതാണ്. നിങ്ങളെ 420 നിങ്ങൾക്ക് അപകടത്തിനുള്ളതാണ്. പരിശുദ്ധ റമദാനിൽ നിങ്ങൾ പോയിട്ട് റോട്ടുമ്പോ പോയിട്ട് അന്നം കിട്ടാത്ത പോലെ അച്ചാറ് നക്കി ജീവിച്ചവർ ജീവിതം മുഴുവനും അച്ചാറ് നക്കിക്കോളിയിൽ എന്നെങ്ങാനും അർഷിന്റെ ഉടമസ്ഥൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓനക്കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണിയെടുക്കുമ്പോൾ ആലോചിക്കണമെല്ലാം. അവിടെ ചെയ്ത കുറച്ചാൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ചെയ്യാത്ത കുറച്ചാൾക്കാർ കുടുങ്ങിയിട്ടുണ്ടാവും. അതൊന്നും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. ചെയ്യാത്തവർ കുടുങ്ങിപ്പോയിനവർ കുടുങ്ങിയെന്നും വിചാരിക്കണ്ട. ഒരാഖിറത്തിൽ വേറെ കുലത്തിൽ രക്ഷപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞങ്ങളിൽ സാലിഹീങ്ങളും മുത്തഖീങ്ങളും ഉണ്ടായിരിക്കവേ നാശം സംഭവിക്കുമോ എന്ന്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ സംഭവിക്കും. പക്ഷേ നന്മ സാലിഹീങ്ങളെയും മുത്തഖീങ്ങളെയും നാളെ ആഖിറത്തിൽ വേർതിരിച്ച് അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നു. മനസ്സിലായിണ്ടോ? ഒരു അപകടമോ പ്രയാസം വന്നാൽ 5 പള്ളി പോകണുണ്ടാവും. അപ്പൊ തെമ്മാടി ചിലപ്പോൾ ചോദിക്കും, എന്തെന്നാ നിസ്കരിച്ചാൻ പോയനുണ്ടായില്ലേ, നിസ്കരിച്ചാൻ പോയനുണ്ടായില്ലേന്ന് ചോദിക്കും. ദീനനുസരിച്ച് ജീവിച്ച ഓൻക്കുണ്ടായില്ലേന്ന് ചോദിക്കും. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷെ ആഖിറത്തിലെത്തിയാൽ മനസ്സിലാവും ഓൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ വാട്സപ്പും നാട്ടിലെ മുഴുവൻ ഫേസ്ബുക്കുമായിട്ടുള്ള തോന്നിയാസങ്ങളും വേണ്ടാത്തരങ്ങളൊക്കെ നിർത്താൻ കഴിയുമെന്ന് നമ്മളാരും വിചാരിക്കണ്ട. ഓരൊക്കെ നിർത്തിയിട്ട് നമുക്ക് നിർത്താമെന്നും വിചാരിക്കണ്ട. ഓരത് തുടരട്ടെ. അവർ തിന്ന ഉപ്പിന്റെ വെള്ളം അവർ കുടിക്കട്ടെ. ചിലപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുടിക്കേണ്ടി വരും. പക്ഷെ ആഖിറത്ത് കുടിക്കേണ്ടി വരില്ല. മനുഷ്യന്റെ ധിക്കാരത്തിന്റെ തോത് വർദ്ധിക്കുമ്പം ഉടമസ്ഥനായ അള്ളാഹു അവന്റെ നിലപാട് കാണിച്ചു തരും. മനുഷ്യന് സമ്പത്തിന്റെ മേൽ അഹന്തായി, സൗകര്യങ്ങളുടെ മേൽ അഹങ്കാരായി, ദീന് പുച്ഛിക്കാൻ തുടങ്ങി. അപ്പൊ അള്ളാന്റെ ഭാഗത്തു നിന്ന് നിലപാട് വന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നപ്പോൾ പറഞ്ഞു 1947 വന്നേന്. പിന്നെ എപ്പോഴാ വന്നേ? പിന്നെ ഏതോ സമയത്ത് കൂടി വന്നേന്. അത് 2 വന്നുള്ളൂ. അതിന്റെ കൂട്ടത്തിലുള്ളൊരു ചക്രം കറങ്ങലുടെ ഭാഗമായിട്ട് ഈ കൊല്ലം വന്നാണ്. ഇനി തിഞ്ഞൊരു നമ്മളെ ജന്മത്തിൽ ഇത് കാണേണ്ടി വരില്ല, ഇനി നമ്മളെ പേരക്കുട്ടിയൊക്കെ കാണാണ്. ആയിക്കോട്ടെ. ചില ആൾക്കാർ പറഞ്ഞു, ഓ വല്ലാത്തൊരു സങ്കടമായി പോയി, കാർപോർച്ചിന്റെ അടുത്ത് വരെ വന്നിങ്ങി, കാർപോർച്ചിലെങ്ങാനും കയറിയില്ലെങ്കിൽ കാല് കിട്ടാ ഒത്തുകാട് കയറിയാൽ മതിയെന്നായിരുന്നു.
അള്ളാഹു തആല പറഞ്ഞു കാലൊക്കെ ഔത്തേക്ക് കാരണം ഔത്തുനിന്ന് കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ വെറുതെ വരല്ല. ധിക്കാരത്തിന്റെ വചനങ്ങൾക്ക് അതേപോലെ കൊടുത്തു. എന്റെ വീട്ടിക്ക് വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് 10,000 രൂപ കളവ് പറഞ്ഞ് വാങ്ങിയവര് ഈ വർഷം അവർക്ക് ഏകദേശം ആ 10,000 രൂപന്റെ പണിന്റെ കേസൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുത്ത് കൊടുത്ത മാതിരി കൊടുത്തുന്നായിരുന്നു. അള്ളാഹിനോട് മാത്രം കളിക്കരുത്, വേറെ ആരോട് വേണമെങ്കിൽ കളിച്ചു. ധിക്കാരത്തിന്റെ നിലപാട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ധിക്കാരത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അത് തരുന്നത്. പിന്നെയും ധിക്കാരിയേക്ക് വരാൻ ഞങ്ങൾ എന്തിനേയും അതിജീവിക്കും, ഞങ്ങൾ എന്തിനേയും നേരിടും. പിന്നെയും വെല്ലുവിളി ആരോട്? എടാ ചെങ്ങൈമാരെ, നിങ്ങൾ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വരുമ്പോ എവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ പോയതിന്റെ ശേഷം 4 കണ്ട് നന്നാക്കല വലിയ നേരിടല്. ഒരു നാട് മുഴുവൻ തകർത്തെറിഞ്ഞതിന് ശേഷം അവിടെ എന്തെങ്കിലും 2 വീടുണ്ടാക്കി കൊടുക്കല നേരിടൽ. എന്തുകൊണ്ട് അതിനു മുമ്പ് ആ നാടിനെ നിലം പരിശാക്കുമാർ ആ നിലയിൽ വെള്ളവും ജലവും കല്ലും മണ്ണും വന്ന് നക്കിത്തുടച്ചപ്പം എന്തുകൊണ്ട് തടുക്കാൻ കഴിയില്ല? റബ്ബിന്റെ തീരുമാനമൊന്നും പിടിച്ചിക്കാൻ കഴിയില്ല. അള്ളാഹ് നമ്മളെ പോന്തവരല്ല, നമ്മളെക്കാൾ വലിയ ആൾക്കാരെ കൈകാര്യം ചെയ്തത്. ഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ, നമ്മളെക്കാൾ വലിയ ശക്തന്മാരാരാളുള്ളതെന്ന് ചോദിച്ചു. കൊടുത്തു പണി. ആര് ചോദിച്ചിട്ടെന്റെ താമസമുള്ളൂ, പണി അപ്പം കിട്ടും. അൽഹാഖത്തു മൽഹാഖ വമാ അദ്റാക മൽഹാഖ കസ്സബത് സമൂദ് വആദും ബിൽഖാരിഅ ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്താഗിയ فأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية عيش വീണ്ടും അല്ല ചോദിക്കാൻ فهل ترى لهم من باقية فهل ترى لهم من باقية. ധിക്കാരികളും തോന്നിയാക്കികളും നിങ്ങള് ആദും സമൂദൊക്കെ ഞങ്ങൾ അവിടുത്തെ വലിയ ശക്തന്മാരെന്ന് പറഞ്ഞപ്പം ഫാർസൽന നമ്മൾ അവരുടെ മേൽ അയച്ചു. അമ്മ ആദുൻ ഫൗഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ, ശക്തമായ കാറ്റങ്ങട്ട് അടിച്ചു. അടിച്ചിട്ട് തകർത്തു. എത്രത്തോളം തകർത്തു പറഞ്ഞാൽ സഖറഹ അലൈഹിം, അവരുടെ മേൽ നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്ത കാറ്റിനെ. 7 ലയാൽ 7 രാത്രികൾ വ8 അയ്യാം 8 പകലുകൾ. حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. ഈത്തപ്പനന്റെ തടികൾ മറിഞ്ഞു വീണ പോലെ ഇങ്ങനെ മറിഞ്ഞു വീണ് അടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കാണ് ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ നിങ്ങൾ കണ്ടോ, എന്തെങ്കിലും ബാക്കി കണ്ടോ? ധിക്കാരത്തിന്റെ വലിയ നെടുന്തൂണുകളായി നിന്നവർ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഈറ്റാൽ ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കമ്പനി പറയാൻ, അള്ളാഹ് പറയാൻ, ആദിനെ പോലെ വേറൊരു സമുദായത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ധിക്കാരം കാണിച്ചപ്പം ഒരു കാറ്റിനങ്ങോട്ട് വിട്ടു. ഞമ്മക്ക് 7 രാത്രിയും 7 പകലൊക്കെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഇപ്പം പഠിച്ചു നോക്കുമ്പോ ആൾക്കാർ പറഞ്ഞത് പറഞ്ഞാൽ ഒരു ദിവസം കൂടി നിന്നിണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം നഷ്ടം ഉണ്ടായേനെ. ഇത് സഖറഹ അലൈഹിം 7 ലയാലിൻ വ8 അയ്യാം, 7 രാത്രി 8 പകൽ. എന്തൊക്കെ അതിന്റെ കഥ? ഇവിടെ ആകെ വെള്ളിയാഴ്ച ജുമാ മഴ ചെയ്തു. പിന്നെ എപ്പോഴുണ്ടായി കഴിഞ്ഞു. അള്ളാഹ് ഒരു പ്രശ്നമില്ല. ഈ അള്ളാഹ് നിങ്ങൾ മനസ്സിലാക്കി. വേറെ എന്ത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. വേറെ നിങ്ങൾ എന്തിനെപ്പറ്റി ആലോചിച്ചിട്ടല്ല. ആകെ വേഗം മടങ്ങിക്കൊളീൻ. ലഅല്ലഹും യർജിഊൻ, മടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇട്ടത്. മലന്റെ സൈഡിലുള്ളവന് ഓന് ബേജാറ്, മലമണ്ണോന് ബേജാറില്ല, വെള്ളം കയറില്ല എന്നുള്ളേ ഉള്ളൂ. പോയന്റെ സൈഡിൽ താഴത്തും പാടത്തുള്ള ഒരു ബേജാറ്, വെള്ളം കയറുന്നു. മലന്റെ സൈഡിലുള്ള ആൾക്കോ ഇടിഞ്ഞു ചാടുന്നുള്ള ബേജാറ്. ആർക്കാ നിർഭയത്തുള്ളത്? പറയും. റോട്ടും വെള്ളം വിചാരിച്ചു, റോട്ടുമേല് ഓൻ്റെ കഴുത്തിന് വെള്ളം. ആർക്കാ നിർഭയത്തുള്ളത്? ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയ്ക്ക് വെള്ളപ്പൊക്കം വന്നു. അപ്പൊ ഉമ്മാര് പറഞ്ഞു, സമൂദ് ഗോത്രക്കാർ പറഞ്ഞു, എന്ത് വെള്ളപ്പൊക്കം വരും, വെള്ളപ്പൊക്കം വന്നാൽ എന്താവും, നമ്മൾ കുടുംബം, അതുകൊണ്ട് നമുക്ക് മലന്റെ മുകളിൽ എന്ത് ചെയ്യാം, വീടെടുക്കാൻ. എന്തെടുക്കാം? മലന്റെ മുകളിൽ വീടെടുക്കാൻ. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു?
ശക്തമായ കാറ്റടിച്ചു. വിരമട്ടുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ കയറിക്കൂടി കാറ്റങ്ങട്ടടിച്ചു. കാറ്റടിച്ചപ്പോ കാറ്റിന് താഴെയാണോ മുകളിലാണോ സാറ്? മേലെ അടിച്ച് തകർത്തു. ഒക്കെപ്പാടെ കൊയിഞ്ഞാടി. കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു കാറ്റ് പുറത്തടിക്കണേ പിരമിഡുണ്ടാക്കി ഉള്ളിൽ കയറി കുത്തുന്നാൽ എന്താവും? കാറ്റൊന്നും രക്ഷപ്പെടാറുന്നു. അപ്പൊ അല്ലാഹു തആല ഒരു ഘോര ശബ്ദം കൊടുത്തു. ഗുഹന്റെ ഉള്ളിൽ ശബ്ദം ഉണ്ടായാലും എന്താ ഉണ്ടായ? ഡയോഫ്രം പൊട്ടി ആകെ ആർട്ടടിച്ചു, ഒക്കെ മരിച്ചു. ആരോട് കളിക്കണ്ട? അള്ളാഹിനോട് കളിക്കണ്ട. അതുകൊണ്ട് ഇനി ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഇങ്ങനെ ഇടണം, മണ്ണ് ഇത്ര എടുക്കണം, വെള്ളം ഇങ്ങനെ ആക്കണം, അതൊന്നും പ്ലാൻ ചെയ്യേണ്ട. ആകെ ചെയ്യേണ്ട പണി ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം ചെയ്യല് പണിയുള്ളൂ. പൊളിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കൊരു വിഷയമുള്ള കേസേ അല്ല. എങ്ങനെ കൊടുക്കുന്ന അത്ഭുതം? ഈ അത്ഭുതപ്പെടണ്ട. അതിന്റെ ഉടമസ്ഥന് ഒരു അത്ഭുതം ഇല്ല. കാരണം അവന്റെ ഒരു ഇന്നമാമുർഹു ഇദാറാദ ശൈഅൻ അയഖൂല ലഹു കുൻ ഫയകൂൻ. ഇത് യാദൃച്ഛികമായി സംഭവിച്ചാൽ നിങ്ങൾ ആരും വിചാരിക്കരുത്, പറയും ചെയ്യരുത്. ഇത് ഉടമസ്ഥന്റെ പ്ലാൻ അനുസരിച്ച് നടപ്പിലാക്കിയതാണ്. ഇതൊക്കെ മലപ്പുറം ജില്ലക്ക് എന്തിനാ വരുന്നതെന്ന് ഒരു വർഷങ്ങൾ ചോദിക്കുന്നുണ്ടാവും. മലപ്പുറം ജില്ലക്കാരെ മാത്രമേ അള്ളാഹ്ക്ക് ഉന്നം വെക്കേണ്ടതുള്ളൂ. വേറെ ആരെ ഉന്നം വെക്കാൻ? കെലിമല്ലാത്തവരെ പറ്റി അള്ളാഹ്ക്ക് ചർച്ച തന്നെയല്ലേ വൈ. ലാ തഖൂമു സ്സാഅതു ഹത്താ യബ്ഖാ ഫിൽ അർദി മൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറഞ്ഞ ആള് ഭൂമിയിൽ ഇല്ലെങ്കിൽ, ഭൂമിയിൽ ലാ തഖൂമു സ്സാഅ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഹത്താ യബ്ഖാ ഫിൽ അർദി മൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറഞ്ഞ ആൾ ഉണ്ടാകുന്ന കാലത്തോളം വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഈ ഭൂമിന്റെ പ്രപഞ്ചത്തിനെ മൊത്തം അള്ളാഹു നിലനിർത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ് പറഞ്ഞ ആൾക്കാർക്ക് മാത്രം. ഒരു ബലഗത്തിലാവുമ്പോഴാണ് അടി ഉണ്ടാകുക. ആണല്ലോ. SLCക്ക് ഹാൾ ടിക്കറ്റ് വാങ്ങി ഉള്ളിൽ കയറിയ കുട്ടിന്റെ കയ്യില് ടെക്സ്റ്റ് ബുക്കിന്റെ പേപ്പർ കണ്ടാൽ മാസ്റ്റർ എന്താക്കും? പറയുവായി ഓനെ പിടിക്കുള്ളൂ. ഒരു ഫുള്ള് ബുക്ക് വെച്ച് റോട്ടുമ്പോ കൂടെ പോണോനെ. ഓനെ പറ്റി ചർച്ചയില്ല. SLC പരീക്ഷ അഞ്ചെത്ര 15-16 വയസ്സായില്ലേ? എന്റെ വയറ്റിലുള്ള കുട്ടികളോട് SLC പരീക്ഷ ചെയ്തത് ഇജ്ജ് എങ്ങനെ ഫുൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് റോട്ടുമ്പോ കൂടെ പോകാമെന്ന് ചോദിച്ചിട്ട് അവിടെ പോയി പിടിക്കുന്ന പരിപാടിയില്ല. കാരണം ഓനൊന്നും ഇവിടെ എന്തില്ല. ഇവിടെ ആകെ ഹാൾ ടിക്കറ്റ് വാങ്ങിയ ആൾക്കാരെ പറ്റി മാത്രമേ ചർച്ചയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വന്ന് പഠിച്ചാൽ എത്രയൊക്കെ മലപ്പുറത്തേക്ക് തന്നെയാണല്ലോ വരുന്നത്. എല്ലാ ബസ്സും ഞമ്മക്ക് തന്നെയാണല്ലോ. ഞമ്മക്കല്ലാണ്ട് വേറെ ആർക്കാ വരിക? ഞമ്മളാണ് ഇതിന്റെ ആൾക്കാർ. അള്ളാന്റെ ആൾക്കാർ ഞമ്മളാണ് അള്ളാന്റെ ആൾക്കാർ എന്ന് പറയുന്നത്. അള്ളാന്റെ ആൾക്കാർ ആരാണെന്ന് പറഞ്ഞത്? ഓരെ നന്നാക്കുന്ന പണിയാണ് അള്ളാഹ്ക്കുള്ളത്. ഭാര്യ ധിക്കാരം കാട്ടി അയലക്കത്തെ പെണ്ണും അതേ പണി കാണിച്ചിട്ടുണ്ട്. അയലക്കത്തെ പെണ്ണിനോട് നമ്മളൊന്നും പറയില്ല. നമ്മളാരെയും തിരിച്ചറിയുള്ളൂ. ആരെ പറയുള്ളൂ? പോയി നിങ്ങളെന്താ പറയാത്? അയാളെ ഭാര്യനെ പറയുള്ളൂ. അയലക്കത്തെ പെണ്ണ്, അപ്പുറത്തെ പെണ്ണ്, പെണ്ണുങ്ങൾ വരെയാണ്. ഞാൻ മാത്രമല്ല, അപ്പുറത്തെ ഹുസൈന്റെ പെണ്ണുങ്ങളും അപ്പുറത്തെ മൈമീന്റെ പെണ്ണുങ്ങളും അപ്പുറത്തെ സുബൈറിന്റെ പെണ്ണുങ്ങളും എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളെന്താ പറയാ? സുബൈറിന്റെ യാദവ് ഹുസൈന്റെ പെണ്ണൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താ കാട്ടിയത്? ജിന്റെ ആളാണ്. ജിന്റെ എല്ലാം നിറഞ്ഞു പോകണേ പോയിക്കോ. അല്ലാഹു തആല എന്നോട് നിങ്ങളോട് ചോദിക്കണേ അത് തന്നെയാണ്. നിങ്ങൾ എന്റെ ആളാന്ന് പറഞ്ഞിട്ട് തെമ്മാടിത്തരം കാട്ടരുത്. എന്നാ പണിന്റെ മേൽ പിന്നെയും പണി വരും. ഇപ്രാവശ്യത്തെ ആലോചിച്ചിട്ടില്ല. അള്ള കാക്കട്ടെ. അടുത്ത പ്രാവശ്യം ഇനി അടുത്ത വർഷായിക്കൊള്ളണമെന്നൊന്നുമില്ല. വേനലിനും പണിന്റെ അരയില് അതുകൊണ്ട് പോയി ആകെ പ്രയാസം വന്നാൽ ചെയ്യാനുള്ള പണി എന്താണ് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, വേഗം തിരിയുക, കുറ്റം സമ്മതിക്കുക. മനസ്സിലായില്ലേ? വണ്ടി പോയി കുത്തി ആകെ ഒടിഞ്ഞുറിഞ്ഞ് ഒക്കെ പറ്റി ആയി. പാപ്പന്റെ വണ്ടി ചോദിച്ചാതെ എടുത്തുണ്ടായതായിരുന്നു. മാർഗപ്പഞ്ഞ എന്തേ ഉള്ളൂ പോയി വേറെ ആരോടെങ്കിലും കടം വാങ്ങി നന്നാക്കി ഒക്കെ ആയാലും അവസാനം എന്ത് ചെയ്യാൻ കെണി തീരോ? തൽക്കാലം ഒക്കെ വിചാരിച്ചു അത് പാപ്പനോട് അത് വേറൊരാൾക്ക് ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒപ്പിച്ച എന്തൊപ്പിച്ചാലും ലാസ്റ്റ് എന്താ പോയി പറയാത്തത്? സ്കൂള് അതിനേക്കാളൊക്കെ നല്ല വേഗം വരിക, കാൽമക്ക് വിടുക, എന്ത് ചെയ്യാ വേഗം പറയാ വണ്ടി ഞാൻ അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ വാപ്പ ആലോചിക്കും മാഷാ അല്ലാഹ് അത് സാരില്ല, അനക്കത്തെ പറ്റൂ. ഇത് അനക്കത്തെ പറ്റൂ. മറ്റേ കാലിന് ഊരറ്റിണ്ടാവും, അത് സ്വന്തം കെട്ടിച്ചേണ്ടി വരും, അത് സ്വന്തം കൊക്കി ചാടേണ്ടി വരും. ചിലപ്പോൾ വാപ്പനെ കാണുമ്പോൾ കൊക്കി ചാടാനും പറ്റില്ല, നേരെ ഇങ്ങനെ നടക്കേണ്ടി വരും, വേദന സഹിച്ചിട്ട് അങ്ങനെ അതാവ് മുഴുവനും തിന്നിട്ട് വരും.
മനസ്സിലുണ്ടെങ്കിൽ ഇത് ഒരു പ്രശ്നമില്ല, വാപ്പര കാലിനടപ്പരുവാ സാരില്ല, ഇയാളോട് ഡോക്ടറോട് കെട്ടിച്ച വണ്ടിയില്ല, സാരില്ല, ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞാൽ സമാധാനം ചോറ് തിന്നാ ഓർമ്മം ചെയ്യാം, ഞാൻ കാല് തൽക്കാലമേ കയറ്റിയൊക്കെ ചെയ്യാം, എല്ലാ പരിപാടി നടക്കും. അല്ല വെളാണോ പിന്നെ വെളുകൊണ്ടായിട്ട് പൂട്ടും. ചിലപ്പോ വാപ്പ റോട്ടുമെന്ന് അറിഞ്ഞിണ്ടാവും, എന്ത് വളഞ്ഞ വാപ്പേനെ അറിഞ്ഞിണ്ടാവും. ഓൻ പറയാൻ നോക്കിയിട്ട് ഓൻക്ക് ഇങ്ങനെ പണി വട്ടത്തിന് കൊടുക്കണ്ടാവും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കണ്ട. തെറ്റിപ്പറ്റിയോ തൗബ ചെയ്യാം. ആകെ ഉമ്മത്തിന് ഇതിന്റെ മുന്നിൽ ആകെ പിടിച്ചിട്ടുള്ള ഒരു വഴി തൗബ മാത്രമേ ഉള്ളൂ. ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യാം. അള്ളാഹുവിന്റെ വാഗ്ദാനുണ്ട്. നബിയെ തങ്ങൾ ഒരു സമുദായത്തിൽ ഉണ്ടായിരിക്കുമ്പോഴും ആ ജനങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴും ഞാൻ അവരെ ശിക്ഷിക്കില്ല. അതായത് وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. അല്ലേ? وما كان الله يعذبهم وهم يستغفرون. അവർ പൊറുക്കലിനെ തേടുന്ന കാലത്തോളം അവരെ നമ്മൾ എന്താക്കൂല ശിക്ഷിക്കൂല. ആകെ ഇസ്തിഗ്ഫാർ അല്ലാണ്ട് വേറെ മാർഗം കേട്ടോ. ഒരു പ്ലാനുകൾ പുതിയതുണ്ടാക്കണ്ട, ഇസ്തിഗ്ഫാർ മാത്രം ചെയ്തു. ഉമ്മത്തിന് ഇസ്തിഗ്ഫാറിലേക്ക് തിരിച്ചൊളി. എല്ലാരും ആണും പെണ്ണും ഒക്കെ പടച്ചവനെ ചെയ്തത് പൊട്ടുണ്ടല്ലോ, നീ ചെയ്യൂല. നിക്കാർ എത്ര കൂടിയെന്ന് അറിയുന്നത്. ഓരോരോ ഘട്ടമായിട്ട് അല്ല നമ്മളെങ്ങനെ കൊണ്ടുവരാണ്. അല്ല കാക്കട്ടെ. ഒരു ശിക്ഷ വന്നാൽ പിടിച്ചിക്കാൻ കഴിയില്ല. വരും ഈമാൻ പതറും, ആളുകൾ മുർത്തത്താവും. ഇപ്പം തന്നെ ആൾക്കാർ ചീത്തറിയുണ്ടാവും, അള്ളാനെ തെറി പറയുണ്ടാവും. ആളുകളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, പെര നഷ്ടപ്പെട്ടു, അയാളുടെ ജീവിതത്തിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. ആ മനുഷ്യന്റെ ഈമാൻ നിൽക്കണമെങ്കിൽ എത്ര പണിയുണ്ട്. കിണർ നന്നാക്കി കൊടുക്കാൻ പോണ ആൾക്കാരോട്, പെര നന്നാക്കി കൊടുക്കാൻ പോണ ആൾക്കാരോട്, ചളി കഴുകാൻ വേണ്ടി പോണ ആൾക്കാരോട് എനിക്ക് നിങ്ങളോട് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം, വീണ്ടും ചെയ്യണം. പക്ഷേ ചളി നിങ്ങൾ കഴുകി പോരുന്നതിന്റെ കൂട്ടത്തിൽ ഒരെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഈമാനും കൂടി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ചളി മാത്രമേ പോവുള്ളൂ. ഒരെ മുർത്തത്തിട്ടുണ്ടാവും ആ സമുദായം. ഇപ്പം ആ നാടുകളിൽ ചെയ്യേണ്ട ജോലി ഒരെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തലാണ്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൊടുക്കലാണ്. അള്ളാഹ് ഇതിനേക്കാൾ ഖൈർ തരാൻ കഴിവുള്ളവനാണ്. അള്ളാഹ് നിങ്ങളോട് എന്ത് ഖൈറാ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അള്ളാഹു താല എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഖൈർ ചെയ്യാൻ കഴിവുള്ളവനാണ്, ഇല്ലായ്മയെന്ന് ഉണ്ടാക്കിയവനാണ്. ആ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കാതെ കിണറ്റ് മാത്രം നന്നാക്കി കൊടുത്ത് പോന്നാൽ ബാഹ്യമായ ശരീരവും സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തുന്നല്ലാതെ ഒരാഖിറത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. നാളെ ആഖിറത്തിൽ ഇത് നിങ്ങൾക്ക് ഗണിയാവും. ഞാൻ പറയാം എന്തുകൊണ്ട്. ഈമാൻ പതറിയ ഒരാൾക്ക് കിണറിനേക്കാളും ആവശ്യം. അതുകൊണ്ട് കിണർ നന്നാക്കി കൊടുക്കണം, ഓരോട് ദീന്റെ കാര്യങ്ങളും പറയണം. ഒരകം അടിച്ച് ചലയൊക്കെ നന്നാക്കി കൊടുക്കണം, ഓരോട് ദീന്റെ കാര്യങ്ങൾ പറയണം. ഓരോട് പറയണം ഇതിലൊന്നും നിങ്ങൾ സങ്കടപ്പെടരുത്. നിരാശ എന്ന് പറഞ്ഞ മുമ്പിന്റെ ലിസ്റ്റിലേ ഇല്ല. എവിടെയൊന്നും നിരാശ ഉള്ളത്? ഒരു സ്ഥലത്തും നിരാശയില്ല. മുമ്മിന് ഫുള്ള് ലാഭമാണ്. മുമ്മിന് ഫുള്ള് കമ്പനി ഏറ്റെടുക്കൂല. ഫുൾ കവർ ഇൻഷൂറുള്ള വണ്ടി തട്ടാഞ്ഞ ആൾക്കാർക്ക് ഇറങ്ങാനാണ്. ഞാൻ നാളെ പോയപ്പോ ഒരാളെ വണ്ടിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ട്. ഇതിനോട് ബമ്പൻ ഇറക്കം. ഞാൻ ആ വണ്ടിയുണ്ട് ഒരിറക്കം, അതിന്റെ ബമ്പറൊക്കെ പാട് കുടിക്കുന്നുണ്ടാകുന്നുണ്ട്. എന്നോട് തന്നെ ബമ്പർ ഏതായാലും ഫുൾ കവറേജ് ആണ്. ബമ്പർ ടു വേറെന്തൊരു സാധനം പറഞ്ഞു. എന്താണ് ബമ്പർ ടു ബമ്പർ? അത് പറഞ്ഞു. അതേതായാലും മാറാനുള്ളതാണ്. വേറെ പൊളിയോടെ പോട്ടെ എന്ന്. അന്ന് ഓനത്ര ധൈര്യമാണ്. ഇതേമാതിരി ഫുൾ കമ്പനിയാണിത്. കമ്പനി ഏറ്റെടുക്കും, കമ്പനി തരും. എന്തിനാ ബേജാറാണ്? അള്ളാനെ പറഞ്ഞു കൊടുക്കുന്നത്. അരി സാധനങ്ങൾ ഓക്കെ സമുദായത്തിന് ആവശ്യമുള്ളതാണ്, മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ്, ഒക്കെ ചെയ്യണം. പക്ഷെ ഏറ്റവും വലുത് അള്ളാഹ് വേണം. ഈമാനില്ലെങ്കിൽ ചാക്ക് കണക്കിന് അരിണ്ടായിട്ട് കാര്യമില്ല. ഇതും അതിന്റെ കൂട്ടത്തിൽ നോക്കണം. ആ ഉമ്മത്ത് പതറിക്കിടക്കുക പാവങ്ങളാണ്. അവരുടെ 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലത്തിന്റെ അല്ലെങ്കിൽ 60 കൊല്ലത്തിന്റെ അധ്വാനം ഒന്നായിട്ട് പോയതാണ്. പാവങ്ങളാണ്. സ്വാഭാവികമാണ്. ഓരോ അള്ളാനെ പറ്റി കേട്ടില്ല, പറയില്ല. ഉൾഗ്രാമങ്ങളിലാണുള്ളത്. മറ്റുള്ളവരും ബാക്കിയുള്ളവരും മറ്റു പല വിശ്വാസങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. പതറൽ എളുപ്പമാണ്. ഇല്ല, ഒരേ ഈമാനെ നിലനിർത്തി, ഒരേ ഈമാനെ പിടിച്ചു നിർത്തി. ഇത് നമ്മളെ പണിയാണ്, ഇത് നമ്മളെ ജോലിയാണ്.
അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ പോകണം, ആൾക്കാരെ കാണണം, ആണിനും പെണ്ണിനോടും അള്ളാഹിനെ കുറിച്ച് പറയണം, അള്ളാന്റെ കുതിർ താക്കത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ആഖിറത്തിൽ വരാനിരിക്കുന്ന ഉയർന്ന ദറജകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ ആഖിറത്തിൽ അള്ളാഹ് നിങ്ങൾക്ക് എന്തൊക്കെ ഒരുക്കി വെച്ചത്? നിങ്ങൾ മരിച്ച ആൾക്കാർ ശുഹദാക്കളാണ്, മണ്ണിന്റെ അടിപ്പെട്ട ആൾക്കാർ ശുഹദാക്കളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഭാഗ്യവന്മാരാണ്. ഒരു നാൾ ആഖിറത്തിൽ ഉയർന്ന അവസ്ഥയിലുണ്ടാവും. നിങ്ങളെ മക്കൾ ഒരു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽ ആ കുന്നിൽ, സ്വർഗത്തിന്റെ കസ്തൂരിയുടെ കുന്നിൽ ഒരു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ കളിക്കുന്നുണ്ടാവും. നിങ്ങൾ ഭയങ്കര ഭാഗ്യവന്മാരാണ്. നിങ്ങളെ കാത്തിക്കാണ് ഒരു നന്മ പറഞ്ഞു കൊടുക്കിൻ, അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കിൻ. ഇല്ലെങ്കിൽ അള്ളാനോട് വെറുപ്പാവും. ഒരു വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങും. നാവിന്റെ വാക്കുകൾ പിന്നെ വലിയ കുഫറിലേക്കും ശിർക്കിലേക്കും ഭാവങ്ങൾ എത്തിക്കും. അതിന്റെ പേരിൽ അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കൂല. ഇസ്തിഗ്ഫാർ അല്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് മാർഗമില്ല. യൂനുസ് അലൈഹിസ്സലാമിനെ വെള്ളത്തിലിട്ടു, കടലിലേക്കാണ് ഇട്ടത്. ഒരാൾ ഫുള്ള് വെള്ളത്തിലാണ്. വെള്ളത്തിൽ തന്നെ പ്രശ്നം. അതിന്റെ കൂട്ടത്തിൽ ഒരു മത്സ്യത്തിന്റെ വയറിനുള്ളിൽ കൂടി ആയാലോ, ഇരുളിന്റെ ഉള്ളിൽ പിന്നെ ഇരുള്. എന്നിട്ട് എന്തായി? യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പ്രദേശത്ത് ദീനിന്റെ പരിശ്രമം ഏൽപ്പിച്ചതായിരുന്നു. അവിടെ പണിയെടുത്ത് ജനങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ജനങ്ങൾ ധിക്കാരത്തിലും പ്രശ്നങ്ങളിലുമാണുള്ളത്. യൂനുസ് അലൈഹിസ്സലാം വിചാരിച്ചു വേറൊരു നാട്ടിൽ പോയിട്ട് അള്ളാഹിനെ പറ്റി പറയാം, അല്ലാണ്ട് വേറെ നാട്ടിൽ പോയിട്ട് വേറെ സുഖമായി ജീവിക്കാന്നല്ല, അള്ളാഹിനെ പറ്റി പറയാൻ വേണ്ടി പോവാണ്. അള്ളാഹു തആല പറഞ്ഞു, ഏൽപ്പിച്ച സ്ഥലത്ത് പണിയെടുത്താൽ മതി, അതിന്റെ അപ്പുറത്തെ പണിച്ചെടുക്കണ്ട. ആരോട് ചോദിച്ചിട്ടാ പോണത്? ഇതിന്റെ നബിയല്ലേ, ഇതിന്റെ സ്വന്തത്തിന് പോകാൻ പറ്റുമോ? കൊണ്ട് വിടട്ടെ. താഴത്തേക്ക് എടുത്തിട്ടു, കപ്പൽ ഫുള്ളായി, നറുക്കിട്ടപ്പം അപ്പൊ ഒരു നല്ല സാലിയായ മനുഷ്യനാന്ന് വിചാരിച്ചിട്ട് നറുക്കിട്ട ആൾക്കാർ പിന്നെയും നറുക്കിട്ടു എന്നാ പറഞ്ഞത്. എന്ത്, ഇയാളെങ്ങനെയെങ്കിലും കഴിച്ചിലാക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരാള് വണ്ടിയിൽ ലിഫ്റ്റിൽ ഫുള്ളായി കയറി ഓവർലോഡ് കാണിച്ചു. അപ്പൊ അതില് ഒരു താടിയൊക്കെ വെച്ചൊരു മുത്തപ്പ ഒരു ഉസ്താദുണ്ട്. അപ്പൊ അയാളാണ് ലാസ്റ്റ് കയറിയത്. അപ്പൊ ആ അതിൽ രണ്ട് ചെറുപ്പക്കാരുണ്ട്. ഒരു വിചാരിച്ചെന്ത്, ഉസ്താദ് കിടന്നു, ഞാൻ ഇറങ്ങിയോളാൻ. ഓനിറങ്ങിയിട്ട് എന്തായില്ല, ലിഫ്റ്റ് പൊന്തില്ല. അപ്പൊ അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഇറങ്ങാൻ. ഓനും ഇറങ്ങി, ഇങ്ങോട്ടും പൊന്തില്ല. പിന്നെ ആരെന്നെ ഇറങ്ങണം പോയി. അപ്പൊ ആൾക്കാർ അങ്ങനത്തെ നോക്കും, മുത്തവല്ലേ എന്നാ ആയിക്കോട്ടെ, അതിൽ നിന്നോട്ടെ എന്നൊക്കെ. അങ്ങനെ ഈ തർക്കിട്ട ആൾ തീരുമാനിച്ചു, ഒരാൾ എടുത്തിട്ടല്ലേ, വീണതാണ് പോട്ടെന്നൊക്കെ എടുത്തിട്ടാൻ പോവാണ്. അപ്പൊ കിട്ടണ യൂനുസ് നബി. അയാൾ നോക്കുമ്പോ ഒരു മുത്തവ, ഒരു നല്ല മനുഷ്യൻ, ഒരു സാലിയ മനുഷ്യൻ. അയാൾ അങ്ങനെ എടുത്തിടും. വീണ്ടും നറുക്കിട്ടു, അപ്പോഴും അയാളെ പേരെന്നെ. പിന്നെയും നറുക്കിട്ടു, അപ്പോഴും അയാളെ പേരെന്നെ. ഇനി നോക്കിയിട്ട് കാര്യമില്ല, വേറെടുത്ത് വെള്ളത്തിൽ കിട്ടും. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളത്തിൽ വീണ ഉടനെ പറയേണ്ടത്, ഏ അല്ലാഹ്, എന്ത് പണിയാണിത്, ഇതെന്ത് ചതിയാണ്. ഞാൻ എൻ്റെ ഒരു പ്രവാചകനല്ല. ഞാനൊരു നാട്ടിൽ ഇത്ര കൊല്ലം ദഅവത്ത് ചെയ്തില്ലേ, ഞാൻ ഇത്ര കൊല്ലം നിനക്ക് ഇബാദത്ത് ചെയ്തില്ലേ, നിന്നോട് ഒരു എതിരും ഞാൻ ചെയ്തിട്ടില്ല. ഒരു വാട്സപ്പിൽ കൂടി ഒരു അറാമ് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ല. ഞാൻ ഒരു തിന്മി ചെയ്തിട്ടില്ല. എന്തിനാണ് ഇന്നെ വെളുത്തിട്ട്? ആ കപ്പൽ നിറച്ചു മനുഷ്യന്മാരുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാളിട്ടാ പോരെ, അതിൽ തെമ്മാടികളുണ്ട്, ഓലിട്ടാ പോരെ. ഇന്നക്ക് ഇന്നെന്നെ എന്തിനിട്ടത്? ഞാൻ എന്റെ നബിയല്ലേ, ആൾക്കാരിന് എന്താ പറയാ? ശരിക്കതല്ല പറയണ്ടി, ആണോ അല്ലേ? എന്തെങ്കിലും പറയാത്തത്? യൂനുസ് അലൈഹി അങ്ങനെ പറഞ്ഞോ? അത് കഴിഞ്ഞ് മത്സ്യത്തിന്റെ വയറിലെത്തി. അള്ളാഹു എന്ത് ചതിയാണ് എന്നോട് ചെയ്യുന്നത്, ഈ മത്സ്യത്തിന്റെ ഈ വയറിനുള്ളിലൊക്കെ എന്നെ കൊണ്ടുപോയിടാൻ പറ്റും? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജിന്നോട് ഇങ്ങനെ ചെയ്തത്? യൂനുസ് അലൈഹിസ്സലാം ചോദിച്ചിട്ടില്ല. യൂനുസ് അലൈഹിസ്സലാമിന് വെള്ളത്തിക്ക് വീണപ്പം മനസ്സിലായി പ്രശ്നം എവിടെയാണെന്ന്. അതുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ വേറെ ഇലാഹ്. ആദ്യം അംഗീകരിച്ചു കൊടുത്തു. ആർക്ക്? എന്ന ഇലാഹ്, ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക്, ഈ പരിശുദ്ധവാനുമാണ്. ഇന്നത്തെ പേരിൽ എനിക്കൊരു പരിശുദ്ധിക്കും കുറവൊന്നുമില്ല. എൻ്റെ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല, എൻ്റെ ഒരു കുറവും പറ്റിയിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ നെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു കുറ്റക്കാരനാണ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഒരു തെറ്റും ചെയ്യാതെ ചിന്നോട് എന്തിനങ്ങനെ കാട്ടിയെന്ന് ചോദിച്ചാൽ, തെറ്റ് ചെയ്യാത്തവനോട് ഒരു ശിക്ഷിച്ച ഒരു ഉൽമ ചെയ്ത ആളാണ് ആര്? അതുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാം പറയാൻ, എനിക്ക് അങ്ങനത്തെ വാദമൊന്നുമില്ല. സുബ്ഹാനക്, നീ പരിശുദ്ധവാനാണ് പടച്ചോനെ, നീ പരിശുദ്ധവാനാണ്. പിന്നെ പ്രശ്നക്കാരനാരാ? ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാനാണ് പ്രശ്നക്കാരൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി പടച്ചോൻ. ഈ ദുആ ഖുർആനിലുണ്ട്. അല്ലാഹു തആല പറയാണ്, ഫലൗലാ അന്നഹു
ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഖുർആൻ. അദ്ദേഹം അങ്ങാനും തസ്ബീഹ് ചെയ്യുന്ന ആളായിരുന്നില്ലെങ്കിൽ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നാം അദ്ദേഹത്തിനെ ഇട്ടേനെ. ആര് പറയാണ്? അല്ലാഹ് പറയാണ്. ഇനി വെള്ളപ്പൊക്കം ഇടിച്ചിലും വേണ്ടേ, ഇനി അള്ളാന്റെ കോപം വേണ്ടെങ്കിൽ വേഗം തസ്ബീഹ് ചെയ്യാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ അക്രമകാരികളെ, പ്രശ്നക്കാരൻ ഞാനാണ് പഠിച്ചോനെ. ആരാ പ്രശ്നം? നമ്മളാണ് പ്രശ്നക്കാരൻ. നമ്മളുടെ പ്രശ്നങ്ങളുടെ പേരിൽ അള്ളാഹു ഓരോ നടപടികൾ കൊണ്ടുവരാൻ. സാമ്പത്തിക മാന്ദ്യം, ബാക്കിയുള്ള തകർച്ചകൾ, ഭരണപ്രശ്നങ്ങൾ, ഒന്നിന്റെ മേൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് കടുത്ത നിലപാടെടുക്കാൻ. എന്നിട്ടും തിരിയില്ലെങ്കിൽ പിന്നെ വരല് അല്ലാഹ് കാക്കട്ടെ, ആ വലിയ ആള് വരും. ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജൂൻ. മടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ ശിക്ഷകൾ തരുന്നത്. മടങ്ങില്ലെങ്കിൽ പിന്നെ അള്ളാഹു ഈ കൗമ കൂടെ വേണ്ട, ഇവരല്ലാത്ത വേറെ സമുദായത്തെ കൊണ്ടുവരാൻ അള്ളാഹു തീരുമാനിക്കും. അള്ളാഹ് കാക്കുമാണ്. വന്നാൽ പിടിച്ചിക്കാൻ ആരും എന്ത് ചെയ്യണ്ട വിചാരിക്കും. അത് അതിന്റെ വഴി. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, അത് എന്താ കവളപ്പാറ, എന്ത് പറ കവളപ്പാറമേലല്ല നടന്നത്, സാരല്ല. അത് ആ ഉള്ള ഏരിയകളാണ്. അവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ കേരളം സുരക്ഷിതമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇവിടെ പോയി. ഇപ്പൊക്കെ ലോക മാപ്പിലെത്തി. ആര് മുമ്പ് ആസാമികളൊക്കെ അങ്ങനെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ ഒരു ചിരിണ്ടായി. നമുക്ക് നമ്മളെ പഴയ തുണിക്കുപ്പായ ചോദിച്ചിരുന്നത് അന്നൊക്കെ ഇങ്ങനെ ആസാമികൾ എന്നിട്ട് ഇങ്ങനെ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ വരികയാണ്, കക്കാൻ വരികയാണ്, ഒരു അയിന് വരികയാണ്, ഒരു ഈന് വരികയാണ്. യാചന നിരോധ മേഖല. ഇവിടെ യാചിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? വെക്കി ബോർഡുകളെല്ലോടത്തും യാചന നിരോധിത മേഖല. ഓന്റൊക്കെ ധിക്കാരത്തിന്റെ അളവെത്ര മരങ്ങൾക്ക്. നാളെ നിന്നെ യാചകനാക്കാൻ പടച്ചവന് വലിയ നേരം വേണ്ട. നിങ്ങൾ നമ്മളെ ധിക്കാരം മൂത്തപ്പോ എന്തൊക്കെ പറയണ്ടേ, എന്തൊക്കെ ഫ്ലക്സ് ബോർഡ് ഇങ്ങനെ വെക്കണ്ടേ, എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല നമുക്ക്. യാചന നിരോധിത മേഖല. ഓ, അള്ളാന്റെ ഭൂമി കൂടെ ആർക്ക് യാചിക്കാൻ പറ്റില്ലേ? എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്തേക്കാൻ ഇല്ലെങ്കിൽ ഇജ്ജ് കൊടുക്കണ്ട. ഈ നാട്ടിൽ യാചിക്കാൻ പറ്റില്ല എന്ന് പറയാൻ നീ ആരാണ്? നമ്മൾ അങ്ങനൊക്കെ വെക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓഹോ എന്നാ ഞാൻ കാണിച്ചു തരാൻ തന്നു. കോടികളുള്ള ആൾക്കാർ ഒറ്റടിക്ക് പോയി ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി യാചിക്കാൻ തുടങ്ങി. സാധാ മാമൂലി വെള്ളം ഫുള്ള് പാത്രം എടുത്ത് നിൽക്കാൻ, പാത്രം എടുത്ത് ഇങ്ങനെ നിൽക്കാൻ. വലിയ വലിയ സമ്പന്നന്മാർ അവരൊക്കെ വീടിന്റെ മുമ്പിൽ പാത്രങ്ങൾ. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ സാമൂഹിക സേവന്മാരെ കൊണ്ട് തന്നെ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക. അയൽവാസിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. ഇപ്പൊ അയൽവാസി ഓനൊക്കെ ഒരു ക്യാമ്പിൽ കോടികളുടെ പെരണ്ടാക്കി കെട്ടിപ്പൂട്ടി വെച്ചു. ഓന്റെ പെരേക്ക് ആർക്കും പ്രവേശനമില്ല. നായയെ സൂക്ഷിക്കുക. എന്ത് യജ്മൽ എഴുതിച്ചേക്കാൻ നായയെ സൂക്ഷിക്കാൻ. ഇപ്പൊ ആരെ സൂക്ഷിക്കേണ്ടതാവോ? ഓനും ഇല്ല, നായില്ല. എന്നിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ നിൽക്കുക. നിങ്ങളെവിടെ സ്ഥലത്ത്? ഞാൻ ഇവിടെ തന്നെ അറിയാം. എവിടെ നിൽക്കും? അപ്പൊ വർത്താനം പറയുമ്പോൾ അവസാനം ഓന്റെ മതിലിന്റെ ചോട്ടിലാണ്. ആര് ഓൽ ബറാബറില്ല. മാഷാ അല്ലാഹ്. ഓനും ഭക്ഷണത്തിന് ക്യൂക്ക, വരും ഭക്ഷണത്തിലേക്ക്. സമത്വം. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം കളിക്കുക. മനുഷ്യൻ ധിക്കാരം വരുമ്പോ, സമ്പത്ത് വരുമ്പോ, അധികാരം വരുമ്പോ ഒക്കെ അള്ളാനെ മറന്നാൽ ഇതൊക്കെ അള്ള നോട്ടിയുണ്ട് ഫുള്ള്. ഓഹോ ഓഹോ. അതുകൊണ്ട് ഇത് കവളപ്പാറയാണ്, ഇത് അവിടെയാണ്, ഇത് ഇവിടെയാണ്, ഒന്നുമില്ല വൈ. അള്ളക്ക് എന്ത് പാറ? ഫുള്ള് അള്ളാന്റെ കൈമേലല്ലേ, ഫുള്ള് അള്ളാന്റെ കൈ. എത്ര അളവാണ് പോണ്ടത് അത്ര അളവിലേ സംഭവിച്ചിട്ടുള്ളൂ. ഒരു ഇഞ്ച് കൂടിയിട്ടില്ല, ഒരു ഇഞ്ച് കുറഞ്ഞിട്ടില്ല. അളവ് കൊടുത്ത ആളാരാണ്? അല്ലാഹ്. അവിടെ സഹോദരന്മാരെ, ശ്രീമാരെ, നമ്മളെങ്കിലും ഒന്ന് ആലോചിക്കും. ഇതിപ്പോ ലോകത്തിനോട് ഒന്നും കാട്ടാൻ പറ്റില്ല. നമ്മളെങ്കിലും ആലോചിക്കും. ഇസ്തിഗ്ഫാർ ചെയ്താൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും. എല്ലാ പ്രശ്നങ്ങളും, എന്തൊക്കെ പ്രശ്നം ഓരോരുത്തർക്ക് വരും. ചിലർക്ക് വെള്ളം വന്ന് അതിന്റെ കെടുതികള്, വേറൊരു സാമ്പത്തിക പ്രശ്നങ്ങള്, ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ. അതൊന്നും ഇപ്പൊ നമ്മളറിയില്ല.
ഭയങ്കര കടത്തിലൊക്കെ പൊട്ടിയിട്ട് ഓമറിന്റെ വെള്ളപ്പത്തിലെങ്ങാനും പോയില്ലെങ്കിൽ കഴിച്ചിലഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഗറോപ്പിലെങ്കിലും ജീവിക്കഴിഞ്ഞ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ മണ്ടടക്കാൻ വെള്ളം ഇല്ല, എങ്ങോട്ടും വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കടം ഒരു ഭാഗത്ത്, കച്ചവടമാന്ദ്യം വേറെ ഭാഗത്ത്, മക്കളുടെ പ്രശ്നങ്ങൾ വേറെ, കുടുംബ പ്രശ്നങ്ങൾ വേറെ, ഒളിച്ചോട്ട പ്രശ്നങ്ങൾ വേറെ, ഇങ്ങനെ മനുഷ്യനെ ഒന്നല്ലാതെ ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് സാധാരണ സ്നേഹമാരെ മനുഷ്യരോടുള്ള ബന്ധങ്ങൾ നന്നാക്കി. ഒരാളെ സഹായിക്കാൻ അയാളെ പെര പൊളിയേണ്ട ആവശ്യമില്ല. പെര പൊളിയേണ്ട ആവശ്യമില്ലോ. ഇപ്പൊ എല്ലാവരും എല്ലാം പാടെ ചെയ്യാണ്. എല്ലാം പോയി ലക്ഷം ചെയ്തു കൊടുത്തിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുന്ന ഒരാളൊക്കെ എന്തെങ്കിലും ഒരു പൂച്ച വീണാല് എന്നാ നമുക്ക് എല്ലാവർക്കും പാടെ നന്നാക്കാന്ന് ഉണ്ടോ? പൂച്ച അബൂക്കരുടെ കണ്ടി കൊണ്ടുണ്ടോ? ആ നന്നാക്കിയോട്ടെ. ആ അബൂക്കര് മാത്രം മനസ്സില. അപ്പൊ എവിടെ പോയി ഈ ആൾക്കാര്? ആരുമില്ല. മരിക്കോളം ഭയങ്കര സ്ട്രോങ്. മരിച്ചു കഴിഞ്ഞാല് മരിച്ചില്ലേ എന്നിട്ട് രാവിലെ പോയിട്ട് മയ്യത്തൊക്കെ കണ്ട് ഇങ്ങനെ പോരാ. ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ മുഖത്ത് പോയി കണ്ടാൽ മതിയായിരുന്നു, പ്രശ്നം തീർന്നേനെ. വർഷങ്ങളായി കുടിപ്പകയുമായി ജീവിച്ചവൻ മരിച്ചതിന് ശേഷം മുഖത്ത് വെക്കാൻ പോട്ടി പോവാ. എന്ത് കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ പോണ്ടവന്റെ മുഖത്തേക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞു എന്തെങ്കിലും ബസ്സിന്റെ മാപ്പാക്കിയാലോ? അല്ല, അതല്ല മനുഷ്യത്വം എന്ന് പറഞ്ഞു, അതല്ല അഖിലാത്ത് എന്ന് പറഞ്ഞു. മരിച്ചതിന് ശേഷം അവന് പോയി കാണാന്ന് പറഞ്ഞ എന്ത് കാര്യം? അയൽവാസി കഷ്ടപ്പെടുന്നെങ്കിൽ അയൽവാസിന്റെ കഷ്ടപ്പാട് നോക്കണം. ഓന്റെ പേരെ പൊളിയാൻ കാത്തുക്കലല്ല. അതുകൊണ്ട് മനുഷ്യത്വം ഉണ്ടാക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് മാറുക, മടങ്ങുമെന്നുള്ള തീരുമാനം ഉണ്ടാക്കുക. മടങ്ങും എവിടേക്ക്? ഫഫിറു ഇലല്ലാഹ് ഫഫിറു ഇലല്ലാഹ് ഫഫിറു ഇലല്ലാഹ്. ഖുർആൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് വേഗം ധൃതി കൂട്ടി മടങ്ങിക്കൂടി. നമ്മൾ സ്വന്തം മടങ്ങണം, നമ്മളെ അയൽവാസികളോട് പറയണം, നമ്മളെ കുടുംബങ്ങളോട് പറയണം, എല്ലാവരോടും പറയണം. എല്ലാവരും മടങ്ങണം. നിങ്ങളിതിനെ പറ്റുന്ന ആലോചിക്കും. ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റും സമുദായത്തിൽ. ആ ഒറ്റ ഉപദേശം ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് പറയട്ടെ. അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ പറയും. പടച്ചോനെ കുറ്റക്കാരൻ ഞങ്ങൾ മാത്രമാണ്, ഈ പരിശുദ്ധവാനാണ്, ഇതൊന്നും ചെറുതാണ്, ഇതിന്റെ വലുതൊക്കെ അങ്ങ് ചെയ്യാമായിരുന്നു. ഈ പ്രദേശങ്ങളിലേക്ക് പോയി സംഘങ്ങളായി ഓൽക്കെന്തെങ്കിലും ഖിദ്മത്ത് ചെയ്ത് കൊടുക്കി. ഖിദ്മത്ത് ചെയ്തതിന് ശേഷം അവരെ വിളിച്ചിരുത്തി, എന്നിട്ട് അവരോട് അള്ളാഹിനെ പറ്റി പറഞ്ഞു. പതറും മനുഷ്യൻ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈമാൻ എന്താകുക? ഈമാൻ നഷ്ടപ്പെടുക. അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവരുത്. ആണിന് പെണ്ണിനെ വിളിച്ചിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കി. അള്ളാഹുൽ പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കി. ഇല്ലായ്മ ഉണ്ടാക്കിയവനാണ് ഓനാണ്, ഓൻ തരാൻ കഴിവുള്ളവനാണ്. അവൻ എന്ത് പണി ചെയ്താലും അതിന്റെ പിന്നിൽ ഖൈറുണ്ടാവലുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കെട്ടിലിട്ടു, അതിനുശേഷം മാർക്കറ്റിൽ കൊണ്ടേക്ക് വിറ്റു, കൊട്ടാരത്തിലെത്തി, അവിടുന്ന് പിന്നെ ജയിലിലാക്കി, ജയിലിൽ നിന്ന് വീണ്ടും കൊട്ടാരത്തിലെത്തിച്ചു. ഈ എത്തിച്ച ആളെ പേരാണ് ആര്? അള്ളാഹ്. അതുകൊണ്ട് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും നിങ്ങൾ ബേജാറാണ്ട. അള്ളാഹ് ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ വിചാരിച്ചെന്ന് അള്ളാഹ്ക്ക് മാത്രമല്ല അറിയുള്ളൂ. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും, പടച്ചോനെ മാപ്പാക്കി തരണമെന്ന് പറയും. അള്ളാഹ് നിങ്ങൾക്ക് എന്തായാലും തരും. നിങ്ങളെ ദുആ എന്തായാലും കബൂലാക്കും. നിങ്ങൾ ബുദ്ധിമുട്ടാളായാണ്. ഗതിമുട്ടിയവൻ വിളിക്കുമ്പോൾ സഹായിക്കുന്ന ആരാണ്? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅ, പിന്നെ വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർളി അഇലാഹും മഅല്ലാഹ്. അല്ലാഹു ചോദിക്കാൻ അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅ, ഗതിമുട്ടിയവൻ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉത്തരം നൽകുന്നവൻ ആരാണ്? അവന്റെ ബുദ്ധിമുട്ടുകളെ നീക്കിക്കൊടുക്കുന്നവൻ. വയക്ഷിഫു സൂ, അവന്റെ ഇടങ്ങേറ് ബുദ്ധിമുട്ടിനെ മാറ്റിക്കൊടുക്കുന്ന ആരാണ്? ആരാ? ഇന്ന സംഘടനക്കാരാ ആണോ? നമ്മളാണെങ്കിൽ ഇന്റെ സംഘടനക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക. ഇതെല്ലാവരും സംഘടനയിലേക്ക് മടങ്ങണം. എവിടേക്ക് മടങ്ങണ്ട? ഭൂമിയിലെ പ്രതിനിധികൾ അള്ളങ്ങളാക്കും. എന്നിട്ട് പറയാണ് അഇലാഹും മഅല്ലാഹ്, അള്ളാന്റെ കൂട്ടത്തിൽ വേറെ ഇലാഹുകളുണ്ടോന്ന്. അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ, വളരെ കുറച്ചാൾക്ക് മാത്രമേ ചിന്തിക്കുന്നു. അള്ളാഹ് ചോദിക്കാൻ. അതുകൊണ്ട് ഗതിമുട്ടിയവൻ വിളിച്ചു പ്രാർത്ഥിക്കും, ഉത്തരം നൽകുന്ന ആളാരാ? വഴി പറഞ്ഞുകൊടുക്കി. നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കും, നിസ്കരിക്കും. നിങ്ങൾ അള്ളാഹുടെ പ്രശ്നത്തെ എന്തായാലും പരിഹാരം ഉണ്ടാക്കും. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും നിങ്ങളെ പ്രശ്നം തീർക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ പ്രശ്നം തീരില്ല. ഞങ്ങൾ മാഷാ അല്ലാഹ് ഞങ്ങൾ ആഖിറത്തിന് വേണ്ടി വന്നതാണ്. നിങ്ങളും മാഷാ അല്ലാഹ് ദുആ ചെയ്യും, നിങ്ങൾ കരയും.
ഒരു ഹിദ്മത്ത് ചെയ്ത് കൊടുക്കി, ഒരു കിണർ വൃത്തിയാക്കി കൊടുക്കും, ഒരു വീട് വൃത്തിയാക്കി കൊടുക്കും, അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്തു കൊടുക്കും. അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട സമയമാണ് ഇപ്പം. കൂട്ടത്തിൽ അതിനേക്കാളൊക്കെ ആവശ്യമുള്ള സ്ഥാനത്ത് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോഴേ പറഞ്ഞാലും എന്താവുള്ളൂ, മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് വെറുതെ പോയിട്ട് ഇതൊന്നും പറഞ്ഞാലും എന്താവൂല. കാരണം ഓല അങ്ങനത്തെ അടങ്ങേറിലുള്ളത്. ഓലെ കിണറിൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഓലോട് എത്ര വയലറിഞ്ഞാൽ മനസ്സിലാവും. കിണർ നന്നാക്കി കൊടുക്കും. കൂട്ടത്തിൽ ആരെ പറ്റി പറഞ്ഞു കൊടുക്കും? അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചാൽ വന്നാൾക്ക് ജയിലിൽ ഓരോട് പറഞ്ഞു, അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ മിനല്ലാഹിൽ വാഹിദിൽ ഖഹാർ. ജയിലിലുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങൾ സ്വപ്നം വയ്ക്കാൻ ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. അവരോട് പറഞ്ഞു, കുറെ ഇലാഹുകളാണോ നല്ലത്, ഒരല്ലാഹു ആണോ നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ദാവത്ത് കൊടുത്തു. എപ്പോഴും ദാവത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഓന്റെ പണിയെടുക്കും, ഓൻ ദാവത്ത് ചെയ്യും, ഓന്റെ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇത് ഈ ഉമ്മത്തിന് അമ്മകൾ പറയും, ഭാര്യനോട് പറയും, മക്കളോട് പറയും, ഉമ്മാനോട് പറയും, പാപ്പാനോട് പറയും, അയൽവാസികളോട് പറയും. ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്തൊക്കെ കിട്ടുക? മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖറജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവർ വിചാരിക്കുക പോലും ചെയ്യാത്തത്. ആ ഇസ്തിഗ്ഫാറിനെ പതിവാക്കുന്നു. ലസിമൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖറജ. അവരെല്ലാ കുടുസതയിൽ നിന്നും അവർക്ക് രക്ഷാമാർഗം ഉണ്ടാക്കി കൊടുക്കും അല്ലാഹു. അല്ലാഹു പറയാൻ ഇസ്തിഗ്ഫാർ അധികമായി ചെയ്യുകയാണെങ്കിൽ എത്ര അടങ്ങാറാണെങ്കിൽ ഇതിന് രക്ഷപ്പെടാൻ മാർഗം ഉണ്ടാക്കി കൊടുക്കും. മിൻ കുല്ലി ദീഖിൻ മഖറജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. എല്ലാ മനപ്രയാസങ്ങളും അല്ലാഹു സന്തോഷാക്കി കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവർ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അവർക്ക് ഉപജീവനം നൽകും.